എല്ലാ ഉണ്ണികൾക്കും ഉണ്ണിരാമായണത്തിലേക്ക് സ്വാഗതം. പഞ്ചവടിയിലെത്തിയ മാരീചൻ പൊന്നിൻ നിറമുള്ള മാനായി തുള്ളിക്കളിക്കുവാൻ തുടങ്ങി. അതിനെ കണ്ട് മായാസീതയ്ക്ക് വല്ലാത്ത കൊതി തോന്നി. സീത രാമനോട് പറഞ്ഞു, നോക്കൂ, എന്തൊരു ഭംഗി ആ സ്വർണമാനിന്! അത് നമ്മുടെ ആശ്രമത്തിനരികെ വന്ന് കളിക്കുന്നത് കണ്ടോ? നല്ല ഇണക്കമുള്ള മാൻ. ഒട്ടും മടികൂടാതെ എനിക്കതിനെ പിടിച്ചു തരാമോ? ഇതു കേട്ട രാമൻ സീതയെ പ്രത്യേകം നോക്കിക്കൊള്ളണം എന്ന് ലക്ഷ്മണനോട് പറഞ്ഞ് മാനിനെ പിടിക്കുന്നതിനായി പുറപ്പെട്ടു. എന്നാൽ രാമൻ അടുത്ത് ചെല്ലും തോറും മാൻ മെല്ലെ മെല്ലെ അകലേക്കു തുള്ളി തുള്ളി പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അത് രാമനെ ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടുപോയി. ഒടുവിൽ രാമനു ക്ഷമ കെട്ടു. രാമൻ വില്ല് കുലച്ച് അതിനു നേർക്ക് അമ്പെയ്തു. അമ്പു തറച്ച മാൻ ശ്രീരാമന്റെ സ്വരത്തിൽ രക്ഷിക്കണേ ലക്ഷ്മണ എന്നുറക്കെ വിളിച്ചുകൊണ്ട് നിലത്തു വീണു. മാനായി മാറിയ മാരീചൻ എന്തിനാണ് അങ്ങനെ രാമന്റെ സ്വരത്തിൽ വിളിച്ചത്? അത് രാമന് അപകടം പറ്റിയെന്ന് സീതയെയും ലക്ഷ്മണനെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു. എന്നാലല്ലേ സീതയെ ആശ്രമത്തിൽ തനിയെ വിട്ട് രാമന്റെ അടുത്തേക്ക് ലക്ഷ്മണൻ വരികയുള്ളൂ. എന്തായാലും മാരീചന്റെ ബുദ്ധി ഫലിച്ചു. രാമന്റെ നിലവിളിയാണ് അതെന്നു കരുതി സീത ഭയവിഹ്വലയായി. അവൾ ലക്ഷ്മണനോട് ജ്യേഷ്ഠനെ രക്ഷിക്കുവാൻ ഉടനെ പോകുവാൻ നിർബന്ധിച്ചു. എന്നാൽ രാമന് ഒരാപത്തും വരില്ലെന്ന് പൂർണ്ണ ബോധ്യമുള്ള ലക്ഷ്മണൻ സീതയോട് ആ നിലവിളി രാമന്റേതല്ലെന്നും മാരീചന്റേതാണെന്നും ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ എത്രയൊക്കെ പറഞ്ഞിട്ടും സീതയ്ക്ക് അത് വിശ്വാസമായില്ല. അവസാനം സീതയുടെ നിർബന്ധം സഹിക്കാൻ പറ്റാതെ ലക്ഷ്മണൻ പോകുവാൻ തയ്യാറായി. ജ്യേഷ്ഠത്തിക്ക് ഒരാപത്തും വരാതെ സംരക്ഷിക്കണേ എന്ന് വനദേവതമാരോട് പ്രാർത്ഥിച്ച ശേഷം ലക്ഷ്മണൻ അവിടെ നിന്നും യാത്ര തിരിച്ചു. സീത ഇപ്പോൾ തനിച്ചായിരിക്കുന്നു. ഈ തക്കം നോക്കിയിരിക്കുകയായിരുന്നു രാവണൻ. രാവണൻ വേഗം ഒരു സന്യാസിയുടെ രൂപമെടുത്ത് സീതയുടെ മുന്നിലെത്തി. രാവണനെ കണ്ട് സന്യാസിയാണെന്ന് തെറ്റിദ്ധരിച്ച് സീത വേഗം പഴങ്ങളും മറ്റും നൽകി ഭക്തിപൂർവം സൽക്കരിച്ചു. രാവണൻ സീതാദേവിയോട് ഭർത്താവ് ആരാണെന്നും കാട്ടിൽ എന്തിനു താമസിക്കുന്നുവെന്നുമൊക്കെ ചോദിച്ചറിഞ്ഞു. സീതയിൽ നിന്നു കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച ശേഷം രാവണൻ താൻ ആരാണെന്ന സത്യം സീതയോട് പറയുകയും രാമനെ ഉപേക്ഷിച്ച് തന്റെ ഭാര്യയായി ലങ്കയിൽ വാഴുവാൻ നിർബന്ധിക്കുകയും ചെയ്തു. കപട സന്യാസിയായി വന്നത് രാവണനാണെന്നു മനസ്സിലായ സീത രാവണനോട് പറഞ്ഞു, രാവണ, നീ ഇതുപോലെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞാൽ നിന്റെ മരണം ശ്രീരാമചന്ദ്രന്റെ കൈകളാൽ അടുത്തുവെന്നാണ് അർത്ഥം. എന്റെ ഭർത്താവ് അനിയനെയും കൂട്ടി ഇപ്പോൾ ഇവിടെ എത്തും. സിംഹപത്നിയെ തൊടാൻ മുയലിന് സാധിക്കുമോ? രാവണ, നിന്റെ മാറിടം രാമബാണമേറ്റു പിളരും. സീതയുടെ പരുഷവാക്കുകൾ കേട്ടപ്പോൾ സീതയുടെ സമ്മതത്തോടെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ലെന്ന് രാവണനു മനസ്സിലായി. രാവണൻ തന്റെ യഥാർത്ഥ രൂപമെടുത്ത് സീതയെ ബലപൂർവം തന്റെ തേരിൽ കയറ്റി ആകാശമാർഗം ലങ്കയിലേക്കു യാത്രയായി. സീത രാമനെ വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു.
സീതയുടെ വിലാപം കാട്ടിൽ വസിച്ചിരുന്ന പക്ഷിശ്രേഷ്ഠനായ ജടായു കേട്ടു. സൂര്യഭഗവാന്റെ തേരാളിയായ അരുണന്റെ പുത്രനാണ് ജടായു. മാത്രവുമല്ല, രാമന്റെ പിതാവായ ദശരഥ രാജാവിന്റെ പഴയ സുഹൃത്തുമായിരുന്നു ജടായു. സീതയുടെ വിലാപം കേട്ട് കാര്യമെന്തെന്ന് ശ്രദ്ധിച്ചപ്പോൾ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോകുന്നതാണെന്ന് മനസ്സിലായി. സീതയെ രക്ഷിക്കുവാനായി തന്റെ മല പോലെയുള്ള ചിറകുകൾ വിരിച്ച് ജടായു പറന്നു പൊങ്ങി. പക്ഷിശ്രേഷ്ഠനും രാക്ഷസ രാജാവും തമ്മിൽ കടുത്ത യുദ്ധമായി. ജടായു തന്റെ കൊക്കുകൊണ്ട് തേർത്തടം തകർത്ത് നഖം കൊണ്ട് കുതിരകളെ കൊന്നുവീഴ്ത്തി. രാവണന്റെ വില്ലു തകർത്ത് മുഖങ്ങളെല്ലാം കൊത്തിമാന്തുവാൻ തുടങ്ങി. ഒരു പക്ഷി വന്ന് തന്റെ യാത്ര മുടക്കുകയോ? രാവണൻ തന്റെ ചന്ദ്രഹാസം എന്ന വാൾ കൊണ്ട് ജടായുവിനെ ആഞ്ഞുവെട്ടി. പിന്നീടതിനു പറക്കുവാൻ സാധിച്ചില്ല. ആ പാവത്തിന്റെ ചിറകുകൾ അറ്റുപോയിരുന്നു. ആ പക്ഷിശ്രേഷ്ഠൻ അങ്ങു താഴെ ഭൂമിയിലേക്കു വീണു. ഒരു വലിയ തടസ്സം മാറിക്കിട്ടിയ രാവണൻ സീതയെയും കൊണ്ട് ലങ്ക ലക്ഷ്യമാക്കി മറ്റൊരു തേരിലേറി തന്റെ യാത്ര തുടർന്നു. ഇന്നത്തെ ഉണ്ണിരാമായണം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാ ഉണ്ണികളെയും രാമൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.